ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് എപ്പോഴും കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന സാരീസ് ഒക്കെ നമുക്ക് ഒത്തിരി നേരത്തെ തന്നെ ഓർഡർ വന്ന സാരീസ് നമ്മൾ ഡിസ്പാച്ച് ടൈം ആയപ്പം വീഡിയോ എടുക്കുന്നതാണ്. അപ്പം ഇത് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സിമിലർ ഡിസൈൻസോ അല്ലെങ്കിൽ ഇതിന്റെ കളർ കോമ്പിനേഷനോ ഒക്കെ മാറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ, സെയിം കളർ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസൈൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ വർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് സെയിലായിട്ടല്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ കസ്റ്റമറിന് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ എടുക്കുന്നതാണ്. നമുക്ക് ഓരോ സാരീസ് വെച്ച് കാണാം. ഇതിനകത്ത് എല്ലാ സാരീസും തന്നെ ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ച പാറ്റേൺസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു സാരീസ് ഒക്കെ കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഗ്രേ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ പിങ്ക് കളറിലെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണ്. ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെ കൂടെ വരുന്ന ഒരു ബഞ്ചാണ്. നമ്മളൊരു കൈപ്പത്തിയേക്കാളും വലുപ്പം വരുന്ന പോലെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു ഗ്രേയിൽ പിങ്ക് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കാണാം. എന്നാൽ രണ്ടും ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. എന്നാൽ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു കളറിൽ കാണാനും പറ്റും. ഗ്രേയിൽ പിങ്ക് നല്ലൊരു എപ്പോഴും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു നല്ല കളർ കോമ്പിനേഷൻ ആണ്. അതുപോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ആണിത്. ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്ന ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ആണ്. നമുക്ക് കാണാം ഈ ഫ്ലവറിന് ഹൈലൈറ്റ് ആയിട്ടും ലീവ്സ് ആയിട്ടും ഈ ഒരു ഫ്ലവറിന്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ പോർഷൻ ഒക്കെ ആണെങ്കിലും ബുള്ളിയൻ നോട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രീം കളറിലെ ഒരു ചെറിയൊരു സ്റ്റിച്ച്, അതിന് താഴെ കൂടെ സാറ്റൻ സ്റ്റിച്ച് പോലത്തെ ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഡെപ്ത് ഉള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പല്ലു പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വരുന്നിടത്ത് ഇതിന്റെ ചെറിയൊരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻ പോർഷനിൽ വരുന്നത് പോലെ 2 ഫ്ലവറും 2 ലീഫും വരുന്ന പോലെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും ഈ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ഈ സാരിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പല്ലുവിന്റെ നമ്മൾ ഷോൾഡർ പുറകോട്ട് കിടക്കുന്ന ആ ഷോൾഡറിൽ ആ റണ്ണിങ് പോർഷനിൽ വരുന്നത് പോലെ, ഇടയ്ക്കായിട്ട് വരുന്നത് പോലെ നമ്മൾ ആ പല്ലുവിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം ഡിസൈൻ 2 ഫ്ലവറും 2 ലീഫും വരുന്ന ആ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലുള്ള ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പല്ലു പോർഷനിൽ കാണിച്ച സെയിം ഡിസൈൻ തന്നെ 2 എണ്ണമാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിത് നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ കൂടുതലും സാരീസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തത് നമ്മുടെ സ്റ്റാൻഡിൽ മാനിക്യൂറിൽ ഉടുത്തായിരുന്നു. അപ്പം എനിക്കിപ്പോൾ ആ ഒരു മാനിക്യൂറിൽ ഉടുത്ത് കാണിക്കാനായിട്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ നൂർത്തി ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈനാണ് ഇത് രണ്ടും. ചെസ്റ്റ് പോർഷനിൽ അത്യാവശ്യം കവർ ചെയ്ത് വരുന്നത് കണ്ടോ. നമ്മൾ ചെസ്റ്റ് പോർഷനിൽ വെക്കുമ്പോഴത്തേനും നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് വരുന്ന പോലെ തന്നെ ആ ഒരു ഡിസൈൻ വരും. ഇതുപോലെ നമ്മുടെ ഷോൾഡർ ആ ഒരു ചെസ്റ്റിന്റെ ഇവിടെ തുടങ്ങിയ നമ്മുടെ ആ ഒരു താഴെ നമ്മുടെ ആ പുറകോട്ട് പോകുന്ന ആ പോർഷൻ വരെയും ഈ ഒരു ഡിസൈൻ വരും. അതുപോലെ നല്ല ലെങ്ത് തന്നെയാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു കൈപ്പത്തിയുടെ ഗ്യാപ്പിലായി 2 ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് വരുന്ന പോലെ തന്നെ ഈ 2 ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആ കളർ കോമ്പിനേഷൻ തന്നെ ഈ ഒരു ഡിസൈനിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഗ്രേയിൽ ഈ ഒരു പിങ്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത് എപ്പോഴും നമുക്ക് നോർമലി വരുന്നത് പോലെ വെർട്ടിക്കലായിട്ടാണ് റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ബാക്കി എല്ലാ ഡിസൈൻസും നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ നമുക്ക് സ്റ്റാൻഡിങ് പോസിൽ സെയിം സൈസിൽ തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ ഫ്ലീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരുന്നത് പോലെയാണ് റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. എല്ലാ ഫ്ലവേഴ്സും ഒരേ സൈസിൽ തന്നെയുള്ള 4 ഫ്ലവർ ബഞ്ചും അതുപോലെ ചെറിയ 2 ഫ്ലവേഴ്സ് വരുന്ന പോലെ 2 ഫ്ലവർ ബഞ്ചും വരുന്ന പോലെ 6 ഡിസൈൻ ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ സാരിക്ക് നമ്മൾ വിത്ത് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് വരുമ്പോഴത്തേനും 2 സ്ലീവിലും നമ്മൾ ആ പല്ലുവിൻ്റെ എൻ പോർഷനിലും റണ്ണിങ് പോർഷനിലും ഒക്കെ കണ്ട പോലത്തെ ചെറിയ 2 ഫ്ലവറും 2 ലീഫും വരുന്ന ഡിസൈൻ 2 സ്ലീവിലും വരുന്നത് പോലെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് സാരീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പ്രൈസ് ഒന്നും ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. അപ്പം നിങ്ങൾക്ക് ഇതിന് എത്ര പ്രൈസ് ആകും അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നിർത്തി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഡിസ്പാച്ച് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ ഒത്തിരി ഡിമാൻഡ് കൂടിയൊരു ഡിസൈൻ ആയിരുന്നു. നമ്മൾ ഈ സാരീസ് നേരത്തെ നമ്മുടെ 1-2 പ്രാവശ്യം നമ്മൾ ഈ ഒരു സാരിയുടെ പാറ്റേൺ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളെ അടുത്ത് എൻക്വയറി ചെയ്തു. പല കളർ കോമ്പിനേഷനിലായിട്ട് ഈ ഒരു വർക്ക് നമ്മുടെ അടുത്ത് ഓർഡേഴ്സ് ഉണ്ട്. പെൻഡിങ് ആയിട്ട് ഇപ്പം നമുക്ക് ഓർഡേഴ്സ് ഇരിപ്പുണ്ട്. ഇത് വൈറ്റിൽ വരുന്നത് പോലെയും അങ്ങനെ പല ഷെയ്ഡ്സിൽ വരുന്നത് പോലെ ഈ സെയിം ഡിസൈൻ നമുക്ക് ഓർഡേഴ്സ് ഇരിപ്പുണ്ട്. നമ്മൾ വരുന്ന വീഡിയോസിലായിട്ട് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം ഷാഡോ വർക്ക് നമുക്ക് ഓൾറെഡി ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു വർക്കാണ്. അതിന്റെ കൂടെ ഈ ഒരു ബേബി പിങ്കും ബേബി ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷനും നല്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. എപ്പോഴും നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലൂവും പിങ്ക് എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് 2 ഷെയ്ഡ്സ് ആണെങ്കിലും നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്ലസന്റ് ലുക്ക് വരുന്ന പോലെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്സിന്റെ ആ ഒരു കോമ്പിനേഷൻ വരുന്ന പോലത്തെ നല്ല വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് സ്കാറ്റർ ചെയ്തിട്ട് 3-4 ഫ്ലവേഴ്സ് കിടക്കുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഇത് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ലീഫും ഫ്ലവറും ആ ഷാഡോ വർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രീൻ പോർഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്റ്റെമ്മും ബുള്ളൻ നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഡെപ്ത് ഉള്ള പോലെ, അതായത് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ലുക്ക് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിനും ബഡ്സിനും ഒക്കെ കിട്ടും. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എറിച്ച് നിൽക്കുന്ന വർക്കല്ല, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഷാഡോ വർക്കിന്റെ ഏറ്റവും മെയിൻ ഇതിന്റെ ബാക്ക് സൈഡ് നീറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിന് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഈ പറഞ്ഞ ബാക്ക് കവറേജ് വരുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഓരോ പെറ്റൽസും കെട്ടിട്ട് ക്ലോസ് ചെയ്ത് നല്ല ആ ഒരു ഫിനിഷിങ് തന്നെ എപ്പോഴും ഇതിന്റെ ബാക്ക് സൈഡും ശ്രദ്ധിക്കാറുള്ളത്. നെക്സ്റ്റ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ കാണിച്ച സാരിയിലൊക്കെ പോലെ 2 ഡിസൈനാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ അത്യാവശ്യം നല്ല കവറേജ് വരുന്ന പോലത്തെ 2 വലിയ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും വരുന്നത്. നമ്മൾ ഷോൾഡർ വരുമ്പോഴത്തേനും നമ്മൾ ഷോൾഡർ തുടങ്ങുന്നതിന് തൊട്ട് കവർ ചെയ്ത് വരുന്ന പോലെ തന്നെ ഈ ഒരു ഡിസൈൻസ് 2 വരും. 2 ഡിസൈൻസ് പല്ലു പോർഷനിൽ കൊടുത്ത പോലെ തന്നെ 5 ഫ്ലവേഴ്സ് വീതം സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ആ ഒരു 5 ഡിസൈൻസിന് ഇടയ്ക്കായിട്ട് ഒരു കൈപ്പത്തിയുടെ ഗ്യാപ്പ് കൊടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഷോൾഡറിലോട്ടുള്ള ആ ഒരു ഫ്ലീറ്റ് ഭാഗം തുടങ്ങുന്നവരും തൊട്ട് വരുന്ന പോലെ ഒരു ഡിസൈൻ വരും ഉടുത്ത് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ മൊത്തമായിട്ട് കവർ ചെയ്ത് തന്നെ ഒരു ഡിസൈൻ വരും. നമ്മൾ ഒരു ഡിസൈൻ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈപ്പത്തിയേക്കാളും വലുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ സ്പ്രെഡ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും 2 വലിയ ഡിസൈൻസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കവറായി വരും. നമ്മൾ നേരത്തെ കണ്ട സാരിയിലൊക്കെ പോലെ തന്നെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഡിസൈൻ വരുന്നത് വെർട്ടിക്കലായിട്ടാണ്, സ്റ്റാൻഡിങ് പോസിലാണ് ഡിസൈൻ വരുന്നത്. നമ്മുടെ ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരീസിലെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണത്. നമ്മുടെ സ്റ്റാൻഡിങ് പോസിൽ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈനും അതുപോലെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനും അതിൻ്റെ പല്ലു പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഒരു ഡിസൈനും വരുന്നത് പോലെയാണ് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരീസിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിലും വരുന്നത്. നല്ല നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ല പ്ലസന്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല സാരിയാണ്. ഈ സാരിയിൽ നമ്മൾ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിന്റെ 2 സ്ലീവ്സിലും ഓരോ സിംഗിൾ ഫ്ലവർ വീതം വരുന്നത് പോലെ നമ്മൾ ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്ലൗസ് ആണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ബ്ലൗസിൽ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ല ബ്ലൗസ് വേണ്ട സാരി മാത്രം മതി, കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വർക്ക് തന്നെ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 1-2 ഓർഡേഴ്സ് വേറെ പാറ്റേണിൽ വേറെ കളർ കോമ്പിനേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിന്റെ എണ്ണം കൂട്ടിയും ഫ്ലവേഴ്സിന്റെ എണ്ണം കുറച്ചും ഒക്കെ ഉള്ള പോലെ നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ അതൊക്കെ കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഈ ഒരു റെഡിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ എംബ്രോയിഡറി ആണ്. ഈ ഒരു വർക്ക് നമ്മൾ ഒത്തിരി പ്രാവശ്യം പല കളർ കോമ്പിനേഷനിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനും വർക്കും ഡിസൈനും ഒക്കെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഫ്ലവർ പാറ്റേണിൽ കാണിച്ചതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ബുള്ളൻ നോട്ട്സും മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഫ്ലവറിന്റെ ഡിഫറൻസ് ഉണ്ട്, എന്നാലും സ്റ്റിച്ചുകൾ 2ഉം സെയിം ആണ്. നമ്മൾ നേരത്തെ ആ കാണിച്ച ഫ്ലവറും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ആയിട്ട് ബുള്ളൻ നോട്ട്സ് കൊടുക്കുന്ന പോലെയായിരുന്നു. ഇതിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്രീനും നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്ലവറിന്റെ നടുക്ക് നമ്മൾ ചെറിയൊരു ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ഹൈലൈറ്റഡ് ആയിട്ട് ഈ ബുള്ളൻ നോട്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫ്ലവേഴ്സിന് എപ്പോഴും ഒരു 3D ഇഫക്റ്റ് തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റിച്ചാണ് ബുള്ളൻ നോട്ട്, കാസ്റ്റോൺ സ്റ്റിച്ച്
അങ്ങനത്തെ സ്റ്റിച്ചുകളൊക്കെ ആ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു ഫ്ലവേഴ്സിന് തോന്നുമ്പോൾ തന്നെ കുറച്ചും കൂടെ റിയൽ ആയിട്ട്, അതായത് നമുക്ക് സാരിയിൽ ആ പൂക്കൾ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഫീൽ വരുന്ന പോലത്തെ വർക്ക് വരും നമുക്ക് ആ ബുള്ളി നോട്ട്സ് യൂസ് ചെയ്ത് ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴത്തേനും. അങ്ങനത്തെ ഒരു ഡിസൈനാണ്. നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ കാണാം. അതുപോലെ ഗ്രീനിൽ റെഡ് എന്ന് പറയുന്ന എപ്പോഴും ഉള്ളൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഗ്രീൻ റെഡ് കോമ്പിനേഷൻ നമുക്ക് പണ്ട് തൊട്ടേ നമുക്കറിയാവുന്ന ഏറ്റവും കോമൺ ആയിട്ട് തോന്നുന്ന ഒരു കളർ കോമ്പിനേഷൻ, എന്നാൽ ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവത്തില്ലാത്തൊരു കോമ്പിനേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ റെഡും ഗ്രീനോടുള്ള കോമ്പിനേഷൻ ഈ സാരിയിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഗ്രീൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനും നല്ല ഇതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഒരു 3-4 യൂസൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്താൽ പോലും നമുക്കിത് ചൗണ്ട് പോകത്തില്ലാത്ത പോലത്തെ കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ കളേഴ്സ് ആണ് ഈ ഒരു ഗ്രീൻ കളർ സാരീസ് ഒക്കെ. നമുക്കിപ്പോൾ ഈ ഒരു സമ്മർ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ ചെക്കോട്ട സാരീസ് മൂവ് ചെയ്യുന്നത് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. കാര്യം സമ്മർ സീസണിലെല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുമെങ്കിലും കോട്ട മെറ്റീരിയൽ പൊതുവെ ചൂടെടുക്കാത്തത് കൊണ്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സും കോട്ട മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലവർ ആണ്. അത് സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിൽ വരുമ്പോഴത്തേനും ഇതേ സിംഗിൾ ഫ്ലവർ തന്നെ നമ്മൾ ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിൽ, അതായത് പല്ലുവിൻ്റെ ഷോൾഡറിൻ്റെ പുറകോട്ട് പല്ലുവിൽ കിടക്കുന്ന ഭാഗത്ത് സിംഗിൾ ഫ്ലവർ ആയിട്ട് നമ്മൾ ഈ റണ്ണിങ് പോർഷനിൽ ഇതേ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഫ്ലവറും 2 ലീഫും വരുന്നത് പോലെ എല്ലാ സാരിയിലും നമ്മളിങ്ങനെ ഈ റണ്ണിങ് പോർഷനിലും അപ്പുറത്തെ എൻഡിലും ഫ്ലവേഴ്സ് കൊടുക്കാറില്ല. നമ്മൾ നേരത്തെ ഷാഡോ വർക്ക് കണ്ട സാരിയിൽ ജസ്റ്റ് 4 ഡിസൈൻ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യുക, നമുക്ക് എത്ര ഡിസൈൻ വേണം, ഇപ്പം ഈ 2 ഡിസൈൻ വേണ്ട, ജസ്റ്റ് 4 ഡിസൈൻ മാത്രം മതി എന്നൊക്കെ ഉള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ ഫ്ലവേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് എപ്പോഴും കോസ്റ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് കട്ട് ഷോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാനും, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിനേക്കാളും ഫ്ലവേഴ്സിൻ്റെ എണ്ണമാണ് പ്രധാനം. അപ്പം അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും 2 ഡിസൈൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. കുറച്ച് മെസ്സാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചൊരു പാറ്റേണിൽ എനിക്കിപ്പോൾ കാണിക്കാനായിട്ട് പോസിബിൾ ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. കുറച്ച് മെസ്സാവുന്നുണ്ടെന്ന് എനിക്കറിയാം. സാരീസ് എടുത്ത് ഉടച്ച് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഡിസൈൻസ് ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാനിതിങ്ങനെ ഉടച്ച് കാണിക്കുന്നത്. അപ്പം നമുക്ക് കമൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെസ്റ്റിലൊക്കെ വെച്ചൊന്ന് കാണിക്കുവാണെങ്കിൽ സാരിയിൽ എവിടെയാണ് ഡിസൈൻ വരുന്നതെന്ന് ഉള്ളത് ക്ലിയർ ഒരു വ്യൂ കിട്ടും എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ചെസ്റ്റിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ കൊടുത്ത് വരുമ്പോൾ എവിടെ ഡിസൈൻ വരും എന്നുള്ളതിനൊരു ക്ലിയർ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. സെയിം പല്ലു പോർഷനിൽ കണ്ട 2 ഡിസൈൻസ് ആണ്. ആ ഒരു ഫ്ലവർ ബഞ്ച് ഞാൻ ഓൾറെഡി നേരത്തെ സാരിയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു സൈസായിരുന്നു. ഒരു കൈപ്പത്തിയേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ സൈസ് എന്ന് പറയുന്ന ഒരു സൈസാണ് നമ്മൾ നോർമലി എല്ലാ ഡിസൈൻസും ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ ചെസ്റ്റ് പോർഷനിലൊക്കെ 2 ഡിസൈൻ കൊടുത്താൽ അത്യാവശ്യം ഒരു കവറേജ് വരും. അതാണ് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു സൈസും ആ ഒരു നമ്പർ ഓഫ് ഡിസൈൻസും ഒക്കെ ഈ ഒരു 4 ഡിസൈനും ഈ ഒരു സൈസിലുള്ള ഡിസൈനുമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സാരിയിലും ചെയ്തിട്ടുണ്ട്. ഈ കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ ഈ സാരി ഹൈലൈറ്റഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെയൊക്കെ തന്നെ റൈറ്റ് ലെഗ് പോർഷനിലാണ് അടുത്ത ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സ്റ്റാൻഡിങ് പോസിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡിങ് പോസിലായിട്ട് ആ സെയിം സൈസിലുള്ള സെയിം ഡിസൈൻ അതേ രീതിയിൽ തന്നെ നമ്മൾ ആ സ്റ്റാൻഡിങ് പോസിൽ ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വലിയ 4 ഡിസൈൻസും 2 ചെറിയ ഡിസൈൻസുമാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിക്ക് നമ്മൾ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ 2 സ്ലീവിലും ഇതുപോലത്തെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെ ഇതിനകത്ത് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. 2 സ്ലീവിലും ഇതുപോലത്തെ 2 ഫ്ലവേഴ്സ് വരുന്നത് പോലെ ആ ബ്ലൗസും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 സാരീസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ഓർഡേഴ്സ് കുറച്ചൊന്ന് പെൻഡിങ് ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു 1 month ഓൾഡ് ബേബി ഉള്ളത് കാരണം നമുക്ക് ആ ഒരു ഡെലിവറിയുടെ സമയമൊക്കെ ആയിട്ട് കുറേ ടൈം നമുക്ക് വർക്കൊന്നും നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വർക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. നമ്മൾ മാക്സിമം വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. ഈ സാരീസൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ വർക്ക് ചെയ്തിരുന്നത് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പം ഞാൻ ഈ ഒരു സമയത്ത് ചെയ്ത വർക്കല്ല, അത് അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ഇപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ നമ്മൾ ഓർഡേഴ്സ് ആണെങ്കിലും നമ്മൾ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് പറഞ്ഞ് നമ്മുടെ വർക്ക് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല,
എന്ന് പറഞ്ഞ ഒത്തിരി കസ്റ്റമേഴ്സ്, നമുക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വർക്കുകളൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പുതിയ ഓർഡേഴ്സും നമ്മൾ അധികം താമസിയാതെ തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി മാത്രമേ നമ്മൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. മിഷൻ എംബ്രോയിഡറിയുടെ ഓർഡേഴ്സ് നമ്മൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ മിഷൻ എംബ്രോയിഡറി ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 12 days to 15 days ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. മിഷൻ എംബ്രോയിഡറിയുടെ ഓർഡേഴ്സ് ചെയ്യിക്കാനായിട്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ ഉടനെ തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അധികം താമസിക്കാതെ തന്നെ നമ്മൾ അതിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചെയ്യിക്കാനായിട്ട് താല്പര്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ കുറച്ച് വെയിറ്റ് ചെയ്യാനായിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഓർഡേഴ്സ് ഇപ്പം തന്നെ തരുന്നതിലും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നേ ഉള്ളൂ. എന്നാലും മാക്സിമം നമ്മുടെ ടൈം അറിയാമല്ലോ, അതനുസരിച്ച് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.